ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് പ്രധാനമായും വേണ്ടത്, പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ജാമിയയിലേക്ക് മിസ്റ്റേക്സ് ഒന്നും കൂടാതെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ജാമിയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, ഈ അപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് admissions.jmi.ac.in എന്നുള്ളതാണ്. നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരുപാട് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ റെഗുലർ പ്രോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ നമ്മൾ സെക്കൻഡ് ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ അഡ്മിഷൻ ഇൻ UG, PG, DIP, ADP ഓർ PGD CR ഫോർ ദി സെഷൻ ഓഫ് 2026-27 എന്നുള്ളത് കാണാൻ പറ്റും. ഇതിൽ രണ്ടാമത്തെ ലിങ്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മറ്റൊരു പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളുടെ ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ അഡ്മിഷൻ പ്രോസ്പെക്ടേഴ്സ്, യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടേഴ്സ് വായിക്കുക. 2026-27 ബാച്ചിലേക്കുള്ള പ്രോസ്പെക്ടേഴ്സ് വായിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എടുക്കുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ബ്രോഷറിലാണുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രോഷറാണത്. അത് വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ശേഷം നമുക്ക് ഇവിടെ മുതലാണ് നമ്മുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് ആൻഡ് ക്യാപ്ച കോഡ് അടിച്ചിട്ട് സൈൻ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു യൂസർ ആണെന്നുണ്ടെങ്കിൽ, പുതുതായി രജിസ്റ്റർ ചെയ്യാൻ വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ നമ്മളോട് അവർ ചോദിക്കുന്നത് വെച്ചാൽ ആർ യു JMI സ്റ്റുഡൻറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വരും. ഇവിടെ നമ്മളുടെ പേര്, അതുപോലെ തന്നെ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പറും അതേഴ്സ് പേരൻസ് നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് ആഡ് ചെയ്യുക. കാരണം ഈ ഡീറ്റെയിൽസ് ഒന്നും പിന്നെ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇത് നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ വരുത്തുന്ന മിസ്റ്റേക്സ് പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായി കംപ്ലീറ്റ് ആയി മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ ബാക്കി ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുക്കുക. കാരണം ഇതിലേക്കാണ് നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അവസാനം വരെ, നിങ്ങൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മെയിലിലേക്കും ഫോൺ നമ്പറിലേക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ ആയിട്ടുള്ള ഡാറ്റ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം എഴുതുക, പിന്നെ ലാസ്റ്റ് നെയിം എഴുതുക, അതുപോലെ തന്നെ നമ്മളുടെ ജെൻഡർ ഏതാണെന്ന് എഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം. ഞാൻ ഒരു സാമ്പിൾ ഡാറ്റ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കുക. അതൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കും, പ്ലീസ് ബി കെയർഫുൾ വൈൽ ഫില്ലിംഗ് ദി ഡാറ്റ ഡ്യൂറിംഗ് രജിസ്ട്രേഷൻ. ദി ഡാറ്റ ഫിൽഡ് ഹിയർ കനോട്ട് ബി എഡിറ്റഡ് അറ്റ് ലേറ്റർ സ്റ്റേജ്. നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പിന്നീട് തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ആൻ ആക്ടിവേഷൻ കോഡ് ഹാസ് ബീൻ സെൻഡ് യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറൊക്കെ ഒരു ആക്ടിവേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ആക്ടിവേഷൻ കോഡ് ആക്റ്റീവ് യുവർ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇമെയിൽ ID എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു ആക്ടിവേഷൻ കോഡ് ഉണ്ടാകും. അതുകൂടി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേരത്തെ കൊടുത്ത ഇമെയിൽ ID കൊടുക്കുക. ശേഷം നമ്മളുടെ ഇവിടെ ഫോണിലേക്ക് ഒരു ആക്ടിവേഷൻ കോഡ് വരുന്നുണ്ടാകും. നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ആ ആക്ടിവേഷൻ കോഡ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം വെരിഫൈ OTP കൊടുത്താൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ നമുക്കിവിടെ യുവർ ആക്ടിവേഷൻ കോഡ് വെരിഫൈഡ് സക്സസ്ഫുള്ളി കാണിക്കും. പ്ലീസ് സെറ്റ് യുവർ ലോഗിൻ പാസ്വേഡ് എന്ന് പറയും. നമുക്ക് ഇതിലേക്കുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡ് കൊടുക്കുക. കാരണം നമുക്ക് ഈ ഒരു പാസ്വേഡ് ആയിരിക്കും ത്രൂ ഔട്ട് നിങ്ങളുടെ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൽ നിങ്ങൾക്ക് ആവശ്യം വരിക. നമ്മളിവിടെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അഡ്മിഷൻ പോർട്ടൽ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്നുള്ള ഭാഗത്ത് തിരിച്ച് പോകാം. നേരത്തെ പോയിരുന്ന പേജിലേക്ക് തന്നെ പോവുക. ശേഷം നമ്മൾ ഇവിടെ ലോഗിൻ, ഇതിൽ നമുക്കിവിടെ കാണാൻ പറ്റും യൂസർ നെയിം, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ യൂസർ നെയിം ആൻഡ് ബാക്കി കാര്യങ്ങൾ കൊടുക്കാം. ഇമെയിൽ ID അതുപോലെ തന്നെ പാസ്വേഡ് കാര്യങ്ങൾ കൊടുക്കാം. യൂസർ നെയിം, പാസ്വേഡ് അതുപോലെ തന്നെ നമ്മളുടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് സൈൻ ഇൻ കൊടുത്താൽ നമുക്കത് ലോഗിൻ ആയി വരും. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കിതിൽ എവിടെയാണ് നോക്കേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്കിത് കാണാൻ പറ്റും, പ്രോഗ്രാം ടൈപ്പ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് ഡിപ്ലോമ, ബാച്ചിലേഴ്സ്, സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ, PG ഡിപ്ലോമ, മാസ്റ്റേഴ്സ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ
+2 കഴിഞ്ഞപ്പോൾ ഡിഗ്രിയിലേക്ക് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അഥവാ ഡിഗ്രി കഴിഞ്ഞ് PG നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മാസ്റ്റേഴ്സ് നോക്കാം. അതുമല്ല ഡിപ്ലോമ കോഴ്സുകൾ നോക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അതാത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബാച്ചിലേഴ്സ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഇവിടെ ബാച്ചിലേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ കോഴ്സുകളാണ്, അതിൻ്റെ പേപ്പർ കോഡ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് BA ഹോണേഴ്സ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ നമുക്കിതിൽ ആഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, യു വാണ്ട് ടു അപ്ലൈ ഇൻ പ്രോഗ്രാം B0 to BA ഹോണേഴ്സ് ഇംഗ്ലീഷ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക. ഓക്കെ എന്ന് കൊടുക്കും, യുവർ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി ആഡഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്ലൈ എന്നുള്ള ഭാഗത്ത്, ആക്ഷൻ അപ്ലൈ എന്നുള്ള ഭാഗത്ത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഇവിടെ മുതൽ നമുക്ക് 7 സ്റ്റെപ്സ് ആണുള്ളത്. 7 സ്റ്റെപ്പാണുള്ളത് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ, നമ്മളുടെ ഇമേജ്, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കാറ്റഗറി ഏതൊക്കെ, നമ്മൾ OBC NCL ആണോ, അതുപോലെ തന്നെ SC ST ആണോ, EWS ആണോ, ഏതൊക്കെ കാറ്റഗറി, അതിൻ്റെ ഡീറ്റെയിൽസ്. അതിനുശേഷം നമുക്ക് പ്രിവ്യൂ ആണ് ചെയ്യാനുള്ളത്. ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിവ്യൂ ചെയ്തതിനു ശേഷം നമ്മൾ ഫൈനലി പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് വായിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് JPG PNG ഫോർമാറ്റിലായിരിക്കണം. അതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 1 MB ആണ്. പിന്നെ വരുന്നത് നമ്മളുടെ സിഗ്നേച്ചർ ആണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫിൻ്റെ ഡൈമെൻഷൻസ് എന്ന് പറയുന്നത് 3.5 cm × 4.5 cm ആണ് പറയുന്നത്. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ JPG PNG ഫോർമാറ്റിലായിരിക്കണം. അത് 500 KB ഉള്ളിലായിരിക്കണം എന്നുള്ള ക്രൈറ്റീരിയ കൂടിയുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് ഓൺലൈൻ മോഡായിട്ടാണ്. ഓൺലൈൻ ത്രൂ ആണ് പേയ്മെൻറ്റ്, ഈ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഐ ഹാവ് റീഡ് ഓൾ ദി ഇൻസ്ട്രക്ഷൻസ് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരുപാട് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ പേരൻസ് നെയിം, മൊബൈൽ നമ്പർ, ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ശേഷം നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് ഫാദേഴ്സ് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ മദേഴ്സ് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ കാറ്റഗറി ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ ജെൻഡർ ഏതാണ്, അതുപോലെ തന്നെ ഡൊമിസൈൽ സ്റ്റേറ്റ്, നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്ന ആ സ്റ്റേറ്റിൻ്റെത്. ഇപ്പോൾ നമ്മൾ കേരള ആണെന്നുണ്ടെങ്കിൽ കേരള ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നാഷണാലിറ്റി ഏതാണ്, ഇന്ത്യൻ അതാണോ, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് അത് കൊടുക്കുക. അറിയുന്നില്ലെങ്കിൽ നോട്ട് നോ എന്ന് കൊടുത്താൽ മതി. പിന്നെ റിലീജിയൻ ഏതാണെന്നുള്ള കാര്യം കൊടുക്കുക. അതുപോലെ തന്നെ കാശ്മീരി മൈഗ്രൻ്റ് ആണോ, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ റിസർവേഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ NCC കേഡറ്റ് ആണോ, അതുപോലെ തന്നെ NSS വോളണ്ടിയർ ആയിട്ടുണ്ടായിരുന്നു, ഫാമിലി ആനുവൽ ഇൻകം എത്രയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ EWS എക്കണോമിക് വീക്കർ സെക്ഷൻ ആണെന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നമുക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും എൻട്രൻസ് എക്സാം നമ്മൾ ഡീബാർ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ PWBD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് അഡ്രസ്സ് ആണ് അതിൽ പറയുന്നത്. പിന്നെയുള്ള പെർമനൻറ്റ് അഡ്രസ്സ് ആണ്. രണ്ടും സെയിം ആണെന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഒരു സ്റ്റെപ്പിൽ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായി തന്നെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം വെച്ചാൽ ആധാർ ID ചോദിക്കുന്നുണ്ട്, ABC ID, അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് ആണ്. അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കൊടുത്താൽ മതി എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഇതിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. ശേഷം ഞാനിപ്പോൾ എൻ്റെ ഒരു സാമ്പിൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. എൻ്റെ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് കറക്ഷൻ ചെയ്യാനുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ സേവ് എന്ന് കൊടുക്കുക. നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ സേവ് എന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കും പ്ലീസ് വെരിഫൈ ഓൾ ദി ഫീൽഡ്സ് ബിഫോർ സേവിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് കൊടുക്കുക. ഒന്നുകൂടെ നമ്മൾ പ്ലീസ് ഇൻഫർമേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി, ആപ്ലിക്കേഷൻ ഈസ്, നമ്മൾ ഏതാണ് ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഓക്കെ എന്ന് കൊടുക്കുക. ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സേവ് ആക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന് അടിച്ചാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഡിഗ്രി കോഴ്സാണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 10th അതുപോലെ തന്നെ +2 ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ PG ആണ് നോക്കുന്നുണ്ടെങ്കിൽ 10th 12th അതുപോലെ തന്നെ ഡിഗ്രി ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ആദ്യം SLC ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഏതാണ് നമ്മൾ SLC സർട്ടിഫിക്കറ്റ് നെയിം എന്താണെന്നുള്ള സാധനം നമ്മൾ SLC കൊടുക്കുകയാണ് ഒരു മോഡലായിട്ട്. അതുപോലെ തന്നെ ബോർഡ് ഏതാണ് ചോദിക്കുമ്പോൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഇയർ ഓഫ് പാസിംഗ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം CGPA കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒബ്റ്റൈൻ CGPA കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഡിവിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് വെച്ചാൽ നമ്മൾ SLC 10th മാർക്ക് കാര്യങ്ങൾ എങ്ങനെ ഇതിലേക്ക് പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ നമ്മൾ ഗ്രേഡ് പോയിന്റ് എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മോഡലായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഗ്രേഡ് പോയിന്റ് നമുക്ക് A+ ആണെന്നുണ്ടെങ്കിൽ 9 ഗ്രേഡ് പോയിന്റ് ആണ് ഇതാക്കുന്നത്. A ആണെങ്കിൽ 8 ആണ്, B+ ആണെങ്കിൽ 7 ആണ്,
ബി ആണെങ്കിൽ 6 ആണ്, സി പ്ലസ് ആണെങ്കിൽ 5 ആണ്, അതുപോലെ തന്നെ സി ആണെങ്കിൽ 4, ഡി പ്ലസ് ആണെങ്കിൽ 3, ഡി ആണെങ്കിൽ 2, ഇ ആണെങ്കിൽ 1 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 10 സബ്ജക്റ്റുകൾ നമ്മൾ SLCയിലെ 10 സബ്ജക്റ്റുകൾ മലയാളത്തിന് A+, അതുപോലെ തന്നെ ഗ്രേഡ് 9 ആണ്. അങ്ങനെ ഓരോ സബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്. IT-ക്ക് B+ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ A ആണ്, നമ്മളെ 7 ആണ് ഗ്രേഡ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പെർസെൻറ്റേജ് ഈക്വൽ ടു ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പെർസെൻറ്റേജ് എത്രയാണ്, ഈ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ഗ്രേഡ് പോയിന്റ് കണക്ക് കൂട്ടിയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് 9+9+9+ ഇൻറ്റു പിന്നെ 100 ഡിവൈഡ് ബൈ 90 എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ 87 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 90 കൊടുക്കുമ്പോൾ 96.66% വരും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് പോയിന്റ് കണക്ക് കൂട്ടി ഇതേ രീതിയിൽ കൂട്ടാണെന്ന് നിങ്ങൾക്ക് ഇതിന്റെ പെർസെൻറ്റേജ് അറിയാൻ പറ്റും. ഇനി അഥവാ CGPA ഇതിലാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ സെയിം ഇതാണ്, നമ്മൾ ആ ടോട്ടൽ ആയിട്ടുള്ള നമ്മൾ ഗ്രേഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 10 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, 87/10 എന്ന് കൊടുക്കുമ്പോൾ 8.7 ആണ് ഗ്രേഡ് പോയിന്റ് വരിക. ഇങ്ങനെയാണ് നമ്മളുടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, ഗ്രേഡ് പോയിന്റ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇതിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ക്വാളിഫയിങ് ഡിഗ്രി പ്രോഗ്രാംസ് ആഡ് ചെയ്തു. അതിനുശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റ് നെയിം ഏതാണ്, ബോർഡ് യൂണിവേഴ്സിറ്റി ഏതാണ്, ഇപ്പോൾ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ CBSE ബോർഡ് ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിംഗ് ആഡ് ചെയ്യാം. മാക്സിമം നേരത്തെ പറഞ്ഞ മാതിരി മാക്സിമം മാർക്ക് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ SLCയിൽ 640 ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒബ്റ്റൈൻഡ് ആയിട്ടുള്ള മാർക്ക് എത്രയാണെന്ന് നോക്കുമ്പോൾ ഞാനൊരു മോഡൽ കൊടുക്കുകയാണ്, സാമ്പിൾ ആയിട്ട് കൊടുക്കുകയാണ്, 531 കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ഏകദേശം 83% ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏത് ഡിവിഷൻ ചോദിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ, ഫസ്റ്റ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫുൾ A+ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വിത്ത് ഡിസ്റ്റിങ്ഷന് കൊടുക്കുക. ഇനി അഥവാ ബാക്കിയുള്ള അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ 80% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ഡിവിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിവിഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ഡിവിഷൻ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഇത് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇവിടെ പ്ലസ് എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ +2 ആണ്, +2 റിസൾട്ട് വരാനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് അവൈറ്റഡ് എന്ന് ഇങ്ങനെ ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിനു ശേഷം റിസൾട്ട് അവൈറ്റഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് നിങ്ങളുടെ ഏതാണ് +2 ആണോ അത് +2ൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എന്താണ് നിങ്ങളെ +2 സബ്ജക്റ്റിൻ്റെ ഏതാണ്, ഇത് +2 ആണോ ഏതാണ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. ശേഷം ഏത് ബോർഡാണ്, ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇയർ ഓഫ് പാസിംഗ് നിങ്ങൾ 2026 പാസ്സാകുന്ന ആൾക്കാരാണെങ്കിൽ 2026 കൊടുത്താൽ മതി. വേറെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. +2 കാരാണെന്നുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ റിസൾട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ സീനിയർ സെക്കൻഡറി ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ +2 എന്ന് കൊടുക്കാം. +2 കൊടുക്കുക. ശേഷം കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചോദിക്കും, പ്ലീസ് നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് മാൻഡറ്ററി ടു ഫിൽ ക്വാളിഫയിങ് ഡിഗ്രി ഡീറ്റെയിൽസ് ഇഫ് അതർ ഡീറ്റെയിൽസ് ആർ പ്രൊവൈഡഡ്, ക്രോസ് ചെക്ക് ദി ഡാറ്റ ടു എൻഷുർ കറക്ഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ കൊടുക്കുക. ശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അപ്പോൾ ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യാനുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫാണ്. നേരത്തെ പറഞ്ഞ മാതിരി കറക്റ്റ് ആയിട്ടുള്ള സൈസ് തന്നെ ആയിരിക്കണം. നമ്മുടെ ഫോട്ടോൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 × 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. മാക്സിമം സൈസ് പറയുന്നത് 1 MB ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ പറയുന്നത് 4.5 സെൻറ്റിമീറ്റർ × 2.5 സെൻറ്റിമീറ്ററിലായിരിക്കണം. JPG എല്ലാം PNG ഫോർമാറ്റിലായിരിക്കണം രണ്ടായാലും. പിന്നെ മാക്സിമം സൈസ് സിഗ്നേച്ചറിൻ്റെ 500 KB ആണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആഡ് ചെയ്യാണ്, കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ക്ലിക്ക് ടു അപ്ലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അപ്ലോഡായി വരും. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്, മിസ്റ്റേക്സ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അപ്ലോഡായി വന്നത്. ഇനിയിപ്പോൾ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡായി വരില്ല, നിങ്ങൾക്ക് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാണിക്കും. ഇവിടെ ഞാൻ സിഗ്നേച്ചർ ആഡ് ചെയ്യാണ്. ക്ലിക്ക് ടു അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സിഗ്നേച്ചറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളിവിടെ പിന്നെ സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോ ആൻഡ് സൈൻ അപ്ലോഡ് സക്സസ്ഫുൾ ഇത് വരുമ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ റിസർവേഷൻ കാറ്റഗറി ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സെലക്ട് റിസർവേഷൻ കാറ്റഗറി ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മുസ്ലിം OBC ആണോ, അതുപോലെ തന്നെ മുസ്ലിം PWD ജനറൽ കാൻഡിഡേറ്റ്സ് ജാമ്യ കാണാൻ പറ്റും. ഇപ്പോൾ ജാമ്യ എന്നുള്ള ജാമ്യയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് മുസ്ലിം OBC മുസ്ലിം ST എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വുമൻസ് ആണെന്നുണ്ടെങ്കിൽ മുസ്ലിം വുമൻ എന്നുള്ള ഓപ്ഷൻ കൂടി ഇതിൽ വരും. പിന്നെ നമ്മളിവിടെ ടെസ്റ്റ് സെൻറ്റർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയാണ് ക്ലിക്ക് ചെയ്യുന്നത്. വേറൊരു ഓപ്ഷൻ വരുന്നില്ല. ഇപ്പോൾ ചില കോഴ്സുകൾക്ക് ജാമ്യയുടെ
കുറച്ച് കോഴ്സുകൾക്ക് ബികോം അതുപോലെ തന്നെ BBA അതുപോലെ ബാക്കിയുള്ള കുറച്ച് കോഴ്സുകൾക്കൊക്കെ പല സ്ഥലത്തും എക്സാം സെൻറ്റർ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏകദേശം 9ഓളം സെൻറ്റേഴ്സ് ആയിട്ട് കേരളത്തിന് പുറത്ത് എക്സാം സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിന് BA ഇംഗ്ലീഷിന് ആകെ സെൻറ്റർ വരുന്നത് ഡൽഹിയിൽ മാത്രമാണ്. ഡൽഹിയിൽ പോയിട്ട് എഴുതാൻ മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ടെസ്റ്റ് സെൻറ്റർ ആയിട്ട് ഡൽഹി മാത്രം കാണിക്കുന്നത്. ബാക്കിയുള്ള മൾട്ടിപ്പിൾ സിറ്റി സെൻറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ സെൻറ്റേഴ്സ് ആണുള്ളത് അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് സെൻറ്റർ ആണ് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ റിസർവേഷനൊക്കെ കൊടുക്കും കറക്റ്റ് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്ലീസ് റീചെക്ക് ദാറ്റ് യു ഹാവ് ഫിൽഡ് കറക്റ്റ് റിസർവേഷൻ കാറ്റഗറി ടെസ്റ്റ് സെൻറ്റർ ആൻഡ് പ്രിഫറൻസസ് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. നമ്മളത് ക്ലിയർ ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ക്ലിക്ക് ഫോർ പ്രിവ്യൂ എന്ന് അടിക്കുമ്പോൾ നമ്മൾ യു ആർ റീഡയറക്റ്റഡ് ടു ദി പേജ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വെരിഫൈ ചെയ്യുക. നിങ്ങൾ അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ 10th 12th ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നിങ്ങൾ 12th പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 12th ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് അവൈറ്റിംഗ് കൊടുത്തോണ്ട് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റില്ല. നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം പിന്നീട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ടെസ്റ്റ് സെൻറ്റർ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ ഡിക്ലറേഷൻ ഇവിടെ ടിക്ക് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഒന്ന് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതെല്ലാം ഓക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അപ്ലിക്കൻസ് ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി പ്ലീസ് മേക്ക് യുവർ പേയ്മെന്റ് ടു കംപ്ലീറ്റ് ദി അപ്ലിക്കേഷൻ എന്ന് കാണിക്കും. നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നമ്മളുടെ പേര് അതുപോലെ തന്നെ നമ്മളുടെ ഏത് കോഴ്സാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ അപ്ലിക്കേഷൻ ഫീ എമൗണ്ട് കാര്യങ്ങൾ എത്ര പൈസയാണ് അപ്ലൈ ചെയ്യാനുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ആക്ഷൻ കാണിക്കും. ഇവിടെ പേ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അവിടെ നമ്മൾ പേ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും. ഇത് നമ്മളെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് ശേഷം നമ്മൾ ക്ലിക്ക് ടു പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരും. അപ്പോൾ ഇവിടം വരെയാണ് ജാമ്യയുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടിരിക്കേണ്ട നിർബന്ധമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജാമ്യയിൽ എൻട്രൻസ് എക്സാം എഴുതുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ജാമ്യമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം. എനിവേ ഓൾ ദ ബെസ്റ്റ്.